നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഭൂമിക്കടിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ടിരുന്നു. എന്നാൽ അത് ഭൂചലനമല്ലെന്ന സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകമ്പനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു? അതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അധികൃതർ. ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജി സെന്റർ ഡയറക്ടർ OP മിശ്ര വെളിപ്പെടുത്തി. ഉരുൾപൊട്ടലിന് ശേഷം പലയിടങ്ങളിലും ഇത്തരം ശബ്ദങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും കേൾക്കാറുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ഭൂമികുലുക്കം രേഖപ്പെടുത്തിയിട്ടില്ല. ഭൂകമ്പം രേഖപ്പെടുത്തിയത് ഹിമാചൽ പ്രദേശിലാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിലെ മൺപാളികൾ തമ്മിലുള്ള ഘർഷണം കുലുക്കവും ശബ്ദവും സൃഷ്ടിക്കാറുണ്ട്. വയനാട്ടിൽ ഇതാകാം ഉണ്ടായതെന്നും ജില്ലാ കളക്ടറും വ്യക്തമാക്കുകയുണ്ടായി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെയാണ് അമ്പലവയൽ, വൈത്തിരി, വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ അറിയിച്ചത്. അമ്പലവയൽ വില്ലേജിലെ RARS, മാങ്കോമ്പ്, നെന്മേനി വില്ലേജിലെ അമ്പുകുത്തിമാളിക, പടിപ്പറമ്പ്, വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി, അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന്, വെങ്ങപ്പള്ളി വില്ലേജിലെ കാരറ്റപ്പിടി, മൈലാടിപ്പടി, ചോലപ്പുറം, തൈക്കുന്തറ ഭാഗങ്ങളാണ് ഭൂമിക്കടിയിൽ നിന്ന് ഉഗ്രശബ്ദവും നേരിയ വിറയലുമുണ്ടായത്. റവന്യൂ അധികൃതരും ദുരന്ത നിവാരണ അതോറിറ്റിയും സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ജിയോളജിക്കൽ ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. വയനാട്ടിൽ ഭൂചലനം ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കി. ഭൂകമ്പ മാപിനിയിൽ ചലനം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം മുതൽ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. KSABയുടെ ഭൂകമ്പ മാപിനിയിലും ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇന്നലെ രാവിലെയോടെ വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലൊരു അസാധാരണ ശബ്ദം കേട്ടത് പ്രദേശവാസികളെയും ഒന്നാകെ നടുക്കിയിരുന്നു. കാരണം വലിയൊരു ദുരന്തം കഴിഞ്ഞ് അത് കണ്ടിരിക്കുന്നവരാണ് അവിടുത്തെ ജനങ്ങൾ. അതിനിടയിൽ ഇത്തരത്തിലൊരു ഭൂകമ്പം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശബ്ദം കൂടി കേട്ടപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഭൂചലനമല്ല എന്നറിഞ്ഞതോടെ വലിയ ആശ്വാസവും വന്നു. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ടു എന്നായിരുന്നു നാട്ടുകാർ തുറന്നടിച്ചത്. ഭൂമുഴക്കമുണ്ടായ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടികളായിരുന്നു ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത്. ഭൂമുഴക്കമുണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, കോഴിക്കോട് കൂടരഞ്ഞിയിലും പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.